ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുട്ടയും ബ്രെഡും കൊണ്ട് നല്ല ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നോമ്പ് തുറക്കുന്ന ടൈമിലാണെങ്കിലും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സബോളയും 1 തക്കാളിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ തയ്യാറാക്കുന്ന പലഹാരത്തിന് വേണ്ടിയുള്ള ഈ ഒരു മസാല നന്നായിട്ട് വെന്ത് കുഴഞ്ഞു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ദാ പകുതി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആവുമ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ബ്രെഡിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരുപാട് മസാലകളുടെ ആവശ്യമില്ല. ഇനി അങ്ങനെ ഒരുപാട് പൊടികൾ ആവശ്യമുണ്ടെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും പൊടികളുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഈ പൊടികളിൽ കിടന്ന് ഈ ഒരു ഉള്ളി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാനുള്ളതുകൊണ്ടും ഒന്നും കൂടെ കുഴഞ്ഞ് ഡ്രൈ ആയി കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടും. ഇപ്പോൾ ദാ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. 2 മിനിറ്റ് സമയം കൂടെ ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മസാല റെഡിയായി കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കോഴിമുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 3 കോഴിമുട്ടയാണ് ഞാൻ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം വേവിക്കേണ്ട ആവശ്യമില്ല. ചൂടോടെ തന്നെ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫില്ലിങ്സിനായിട്ടുള്ള കൂട്ട് തയ്യാറായി കിട്ടി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് നമുക്ക് എത്ര എണ്ണമാണോ തയ്യാറാക്കി എടുക്കേണ്ടത് അത്രയും ബ്രെഡ് എടുക്കുക. ഞാനിവിടെ 7 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഈ 7 ബ്രെഡിൻ്റെയും അരികു ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി കൈ വെച്ചൊന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മസാലയായിട്ട് ഒട്ടിയിരുന്നോളും. പിന്നെ പുറത്തോട്ടൊന്നും പോകത്തില്ല. ഇതിൻ്റെ 2 അറ്റത്തും കൈകൊണ്ട് തന്നെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി മസാല. ഇത് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇത് പുറത്തോട്ടൊന്നും പോകുന്നില്ല. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡിലും ചെയ്തെടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ബ്രെഡിലും ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയൊരു ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കേണ്ടത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരം മാത്രം ഒരു ഭാഗം ഇട്ട് കൊടുക്കുക. പിന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു 30 സെക്കൻഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി കിട്ടും. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലും ചെയ്തെടുക്കാം. അതുമല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള എണ്ണയിലൊന്നും പൊരിച്ചെടുക്കേണ്ടാത്ത ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി കിട്ടി. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.